അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഒരു പാഠം നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ അടുത്ത പാഠത്തിലേക്ക് കടക്കണം. അപ്പോൾ പാഠത്തിൻ്റെ പേരാണ് എക്കണോമിക് സോഴ്സസ്, സാമ്പത്തിക സ്രോതസ്സുകൾ. അപ്പോൾ ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ സാമ്പത്തിക മേഖലയെക്കുറിച്ചും, സാമ്പത്തിക മേഖലയെ നമ്മൾ പലതായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നോക്കണം. പിന്നെ എന്ത് ചെയ്യണം, നമ്മുടെ ഇന്ത്യയിൽ പോവർട്ടി നിലനിൽക്കുന്നുണ്ട്, ദാരിദ്ര്യമുണ്ട്. അപ്പോൾ ആ ദാരിദ്ര്യത്തെക്കുറിച്ച് എന്ത് ചെയ്യണം, അതിൻ്റെ കാരണങ്ങൾ എന്താണ്, അത് നമുക്ക് എങ്ങനെയൊക്കെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് പാഠത്തിൻ്റെ പേര്? എക്കണോമിക് സോഴ്സസ്, സാമ്പത്തിക സ്രോതസ്സുകൾ. അപ്പോൾ പാഠത്തിൽ നമുക്ക് നോക്കാം എന്താണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ. അതായത് പണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രവർത്തനങ്ങളെ നമുക്ക് സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് വിളിക്കാം. എന്താണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ? പണവുമായി ബന്ധപ്പെട്ടത്, മിക്കവാറും വരുമാനം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ജോലികളൊക്കെയാണ് സാമ്പത്തിക പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ നോക്കിയേ, നമ്മുടെ ചുറ്റും ഒരുപാട് സാമ്പത്തിക പ്രവർത്തനങ്ങളുണ്ട്. ഇപ്പം എന്താണ്, നമ്മുടെ സമൂഹത്തിൽ ഇഷ്ടംപോലെ ആൾക്കാർ ഓരോ തരത്തിലുള്ള ജോലികൾ ചെയ്യുന്നില്ലേ? ഇപ്പം എല്ലാവരും ഒരേ രീതിയിലുള്ള ജോലിയാണോ ചെയ്യുന്നത്? അല്ല, പല ആൾക്കാരും പല രീതിയിലുള്ള ജോലിയാണ് ചെയ്യുന്നത്. ഇപ്പം ചിലരെന്ത് ചെയ്യും, കൃഷിപ്പണിയൊക്കെ ചെയ്യും. ചിലരാണെങ്കിൽ എന്ത് ചെയ്യും, ചില ബിസിനസ്സൊക്കെ ചെയ്യും. ഇനി ചിലരാണെങ്കിൽ എന്ത് ചെയ്യും, സർവീസ് സെക്ടറിൽ വർക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഈ ജോലിയുടെ അടിസ്ഥാനത്തിലും വരുമാനം കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിലും നമുക്ക് ഈ സാമ്പത്തിക മേഖലയെ, എക്കണോമിക് സെക്ടറിനെ മൂന്നായിട്ട് തരംതിരിക്കാൻ പറ്റും. അപ്പോൾ എത്രയായിട്ട് തരംതിരിക്കാം? മൂന്നായിട്ട് തരംതിരിക്കാം. അത് ഏതൊക്കെയാണ്? ഒന്ന്, പ്രൈമറി സെക്ടർ, പ്രാഥമിക മേഖല. രണ്ട്, സെക്കൻഡറി സെക്ടർ, ദ്വിതീയ മേഖല. ഇപ്പം മൂന്ന്, ടേർഷ്യറി സെക്ടർ അല്ലെങ്കിൽ തൃതീയ മേഖല. അപ്പം ഈ മൂന്ന് മേഖലകളെ എന്തുകൊണ്ടാണ് മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒന്നിപ്പിച്ച് നിർത്തിയാൽ പോരായിരുന്നോ എന്തുകൊണ്ടാണ് മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നത് നോക്കാം. അപ്പം മൂന്നിനും എന്താണ്, അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രൈമറി സെക്ടർ. പ്രൈമറി സെക്ടറിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇത് കൂടുതലും കാർഷിക മേഖലയ്ക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഇതിനെ പ്രാഥമിക മേഖല. അപ്പോൾ ആദ്യം ഉൽപാദനം നടക്കുന്നത് എവിടെയാണ്? കാർഷിക മേഖലയിലാണ്. അതുകൊണ്ടാണ് ഇതിനെ ഒന്നാമത്തെ എക്കണോമിക് സെക്ടറായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തേത് ഏതാണ്? പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ പ്രാഥമിക മേഖല. കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇത് കാർഷിക മേഖല എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇനി രണ്ടാമത്തത് സെക്കൻഡറി സെക്ടർ. ഈ സെക്കൻഡറി സെക്ടർ ഇൻഡസ്ട്രീസിന്, വ്യവസായത്തിനാണ് കൂടുതലും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് വ്യവസായ മേഖലയെന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ സെക്കൻഡറി സെക്ടറിൻ്റെ വേറൊരു പേരാണ് വ്യവസായ മേഖല, ഇൻഡസ്ട്രി സെക്ടർ. ഈ മൂന്നാമത്തതാണ് നമ്മുടെ ടേർഷ്യറി സെക്ടർ. ഈ ടേർഷ്യറി സെക്ടർ, തൃതീയ മേഖല എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ആദ്യത്തെ ഒന്നും രണ്ടും മേഖലയെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ഒന്നും രണ്ടും മേഖലയിലെ കാര്യങ്ങൾ ആൾക്കാരിലേക്ക് കൂടുതലായി എത്തിക്കുന്നത് ഈ തൃതീയ മേഖലയാണ്. അതായത് കൂടുതലും സർവീസുകളാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് ഇത് സേവന മേഖല എന്നും അറിയപ്പെടുന്നു, സർവീസ് സെക്ടർ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ബാങ്കിങ്, IT അതേപോലുള്ള കാര്യങ്ങളൊക്കെ ഏതിലാണ് വരുന്നത്? സർവീസ് സെക്ടറിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്രൈമറി സെക്ടർ എന്തെന്നറിയപ്പെടുന്നു? അഗ്രികൾച്ചർ സെക്ടർ എന്നറിയപ്പെടുന്നു, കാർഷിക മേഖല എന്നറിയപ്പെടുന്നു. സെക്കൻഡറി സെക്ടർ ഇൻഡസ്ട്രി സെക്ടർ എന്നറിയപ്പെടുന്നു, വ്യവസായ മേഖല എന്നറിയപ്പെടുന്നു. തൃതീയ മേഖലയുടെ മറ്റൊരു പേരാണ് സേവന മേഖല അല്ലെങ്കിൽ സർവീസ് സെക്ടർ. അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ എന്തിനൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്നും കൂടി ഓർത്ത് വെച്ചിരിക്കുക. പ്രാഥമിക മേഖല കൃഷിക്ക്, സെക്കൻഡറി സെക്ടർ വ്യവസായത്തിന്, സർവീസ് സെക്ടർ കൂടുതലും ഇതിന് ഒന്നും രണ്ടും മേഖലകളെ ഒന്നിപ്പിക്കുകയും കൂടുതലും സേവനപരമായിട്ടുള്ള ജോലികൾ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ അതോർത്ത് വെച്ചിരിക്കുക. അപ്പോൾ എന്താണ് പ്രൈമറി, എന്താണ് സെക്കൻഡറി, എന്താണ് ടേർഷ്യറി സെക്ടർ എന്ന് അറിയാലോ. അപ്പോൾ നോക്കുക, ഈ സെക്ടറിൽ മൂന്നിനും എന്താണ്, മൂന്ന് തരത്തിലുള്ള ജോലിയാണെന്ന് അറിയാം. ഏതൊക്കെ? ഇപ്പോൾ നമ്മുടെ ചുറ്റും ഒരുപാട് ജോലികളുണ്ട്. അപ്പോൾ ഇതിലെന്താണ്, നമുക്കിപ്പം ഓരോ ജോലികളെ ഓരോ സെക്ടറിൽ തരംതിരിക്കുക എന്ന് ചോദിച്ചാൽ നമുക്ക് തരംതിരിക്കാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് കുറച്ച് എക്സാമ്പിൾ നോക്കാം. അപ്പോൾ പ്രൈമറി സെക്ടറിൽ ഉൾപ്പെടുന്ന കാര്യം ഒന്നാമത്, അതായത് കൃഷിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പോൾ കൃഷിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് പ്രൈമറി സെക്ടറിൽ, പ്രാഥമിക മേഖലയിൽ വരുന്നത്.
അഗ്രികൾച്ചർ ആൻഡ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് അതിലാദ്യം ഉൾപ്പെടും. പിന്നെ ഏതുൾപ്പെടും? പിന്നെ ഫോറസ്റ്റ് ഉൾപ്പെടും, വനപരിപാലനം. പിന്നെ ഫിഷിംഗ്, മത്സ്യബന്ധനം. പിന്നെ ഏതുൾപ്പെടും? പിന്നെ നമ്മുടെ മൈനിങ്, ഖനനം എന്താണ്? അതായത് ആ ഭൂമി കുഴിച്ചിട്ട് പെട്രോളും സ്വർണ്ണമൊക്കെ എടുക്കുന്നതില്ലേ, അപ്പം അതിനെയാണ് നമ്മൾ മൈനിങ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പം അതും എന്തിൽ ഉൾപ്പെടും? ഈ പ്രൈമറി സെക്ടറിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ പ്രൈമറി സെക്ടറിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ഒന്ന് അഗ്രികൾച്ചർ ആൻഡ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്, കൃഷിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. വനപരിപാലനം, ഫോറസ്റ്റി. ഫിഷിംഗ്, മത്സ്യബന്ധനം. പിന്നെന്താ ഉള്ള? മൈനിങ്, ഖനനം. ഇത് 4 ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക, എക്സാമ്പിൾ ആയിട്ട് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡറി സെക്ടറിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഇപ്പോൾ സെക്കൻഡറി സെക്ടർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന വ്യവസായത്തിനാണ്, ഇൻഡസ്ട്രീസിനാണ്. അപ്പോൾ ഇതിൽ ആദ്യം വരുന്നത് ഇൻഡസ്ട്രീസ് തന്നെയാണ്. പിന്നെന്ത് വരും? ഇലക്ട്രിസിറ്റി വരും, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന മേഖല സെക്കൻഡറി സെക്ടറിലാണ് വരുന്നത്. അതേപോലെ കൺസ്ട്രക്ഷൻ വരും, കൺസ്ട്രക്ഷൻ വർക്ക്, കെട്ടിട നിർമ്മാണ ജോലികളൊക്കെ സെക്കൻഡറി സെക്ടറിലാണ് വരുന്നത്. ഇനി നോക്കുക, ഇനി നമ്മുടെ ടേർഷ്യറി സെക്ടർ, തൃതീയ മേഖല. ഏറ്റവും കൂടുതൽ ജോലികൾ വരുന്നത് ടേർഷ്യറി സെക്ടറിലാണ്, സർവീസ് സെക്ടറിലാണ്. കാരണം കൂടുതൽ ആൾക്കാരും ജോലി ചെയ്യുന്നത് സേവന മേഖലയിലായതുകൊണ്ട് തന്നെ ഒരുപാട് ജോലി എന്ത് ചെയ്യും? ഈ ടേർഷ്യറി സെക്ടറിൽ ഉൾപ്പെടും. ഇപ്പം എക്സാമ്പിളായിട്ട് നമുക്ക് ബിസിനസ് ഏതിൽ ഉൾപ്പെടുത്താം? ടേർഷ്യറി സെക്ടറിൽ ഉൾപ്പെടുത്താം. അതേപോലെ ട്രേഡ് ആൻഡ് ട്രാൻസ്പോർട്ട്, ഗതാഗതവും വാർത്താവിനിമയ സൗകര്യങ്ങളൊക്കെ ഏതിൽ ഉൾപ്പെടും? വാണിജ്യമൊക്കെ ഏതിൽ ഉൾപ്പെടും? ഈ ടേർഷ്യറി സെക്ടർ, തൃതീയ മേഖലയിൽ ഉൾപ്പെടും. അതുപോലെ തന്നെ വേറെ ഏതൊക്കെ ഉൾപ്പെടും? ഒന്ന് ബിസിനസ് ഉൾപ്പെടും. പിന്നെ നമ്മുടെ സോഷ്യൽ സർവീസ്, സാമൂഹ്യ സേവനം. പിന്നെ നമ്മുടെ സർവീസ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ, അതേപോലുള്ള ജോലികളൊക്കെ ഏതിൽ ഉൾപ്പെടും? സർവീസ് സെക്ടറിലാണ് ഉൾപ്പെടുന്നത്. ടേർഷ്യറി സെക്ടറിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അത് കുറച്ച് നന്നായിട്ട് നോക്കി വെച്ചേക്കാം. ബാക്കി നമുക്ക് പ്രൈമറി സെക്ടറും സർവീസ് സെക്ടറും ആണെങ്കിൽ പെട്ടെന്ന് കാർഷിക മേഖലയിലുള്ള കാര്യങ്ങളും വ്യവസായ മേഖലയിലുള്ള കാര്യങ്ങളും പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുമായിരിക്കും. പക്ഷെ ടേർഷ്യറി സെക്ടർ എന്ത് ചെയ്യുക? കുറച്ച് കൂടുതൽ കാര്യങ്ങളുണ്ട്. അപ്പോൾ കുറച്ച് അത് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. അതിലേതൊക്കെ ഉൾപ്പെടും? സോഷ്യൽ സർവീസ് ഉൾപ്പെടും, ഡോക്ടർ പോലുള്ള ജോലികൾ ഉൾപ്പെടും. പിന്നെ എന്തൊക്കെ ഉൾപ്പെടും? ട്രേഡ്, ട്രാൻസ്പോർട്ടൊക്കെ ഉൾപ്പെടും. ബിസിനസ് ഒക്കെ ടേർഷ്യറി സെക്ടറിലാണ് ഉൾപ്പെടുന്നത്. ഇനി നോക്കാം, ഇനി നമ്മുടെ സമൂഹത്തിലെ ഈ 3 സെക്ടറും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിട്ടുണ്ട്? ബന്ധപ്പെട്ടാ കിടക്കുന്നത്. ഇപ്പോൾ ഒന്നില്ലെങ്കിൽ എന്തില്ല, മറ്റത് രണ്ടും കാണത്തില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ പ്രൈമറി സെക്ടറിൽ എന്ത് ചെയ്യും? കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കും. എന്നിട്ട് സെക്കൻഡറി സെക്ടറിൽ എന്ത് ചെയ്യും? അത് ഫാക്ടറിയിലേക്ക് കൊണ്ടുവന്ന് അത് കറക്റ്റ് നമ്മളിലേക്ക് എത്തുന്ന രീതിയിലാക്കും. എന്നിട്ട് ടേർഷ്യറി സെക്ടർ ആണ് എന്ത് ചെയ്യുന്നത്? ഈ കടകൾ അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ അവിടെയൊക്കെ കൊണ്ടുവന്നിട്ട് എന്നിട്ടല്ലേ നമ്മൾ പോയി വാങ്ങുന്നത്. ഇപ്പം നമ്മൾ ഇട്ടേക്കുന്ന ഡ്രസ്സ്, അപ്പം അതിനാദ്യം എന്ത് ചെയ്യണം? കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്യണം. എന്ത് ചെയ്യണം? പരുത്തി കൃഷി ചെയ്യണം. അപ്പോൾ എവിടെയാണ് അത് കൃഷി ചെയ്യുന്നത്? പ്രൈമറി സെക്ടറിൽ, പ്രാഥമിക മേഖലയിൽ പരുത്തി കൃഷി നടക്കുന്നു. ഇപ്പം എന്ത് ചെയ്യും? സെക്കൻഡറി സെക്ടറിൽ അതിനെ കറക്റ്റായിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ഡ്രസ്സിൻ്റെ രൂപത്തിലാക്കി എടുക്കുന്നു. ഫാക്ടറിയിൽ വെച്ചിട്ട് അതിനെ നെയ്ത് കറക്റ്റ് ഡ്രസ്സിൻ്റെ രൂപത്തിലാക്കും. ഇനി അത് ഫാക്ടറിയിൽ വെച്ചിരുന്നാൽ മതിയോ? എന്ത് ചെയ്യണം? വാഹനങ്ങളുടെ സഹായത്തോടെയൊക്കെ എന്ത് ചെയ്യും? അത് കടകളിലേക്ക് എത്തും. കടകളിൽ നിന്ന് നമുക്ക് പോയി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങാൻ കഴിയുന്നു. ഇപ്പോൾ നോക്കുക, ഈ വാഹനങ്ങൾ, ട്രേഡും ട്രാൻസ്പോർട്ടും പിന്നെ കടകളൊക്കെ ഏതിലാണ് ഉൾപ്പെടുന്നത്? ടേർഷ്യറി സെക്ടറിലാണ് ഉൾപ്പെടുന്നത്. അപ്പം അതില്ലെങ്കിൽ ഈ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ അവിടെ ഇരുന്ന് നശിച്ചു പോകത്തില്ലേ? അപ്പം സെക്കൻഡറി സെക്ടറിന് ടേർഷ്യറി സെക്ടറിനെ ആശ്രയിക്കേണ്ടി വന്നു. അതേപോലെ ഈ കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്തത് ഫാക്ടറിയിൽ കൊണ്ടുപോയി ശരിയാക്കിയാലല്ലേ അത് അതിൻ്റെ കറക്റ്റ് രൂപത്തിലാക്കൂ. ഇപ്പോൾ ഫാക്ടറി ഇല്ല എങ്കിൽ അത് കോട്ടണൊക്കെ അവിടെ ഇരുന്ന് നശിച്ചു പോകത്തില്ലേ? അല്ലെങ്കിൽ ആർക്കും ഉപയോഗം ഇല്ലാതെ പോകത്തില്ലേ? അപ്പം അതുകൊണ്ട് എന്താണ്, ഈ സെക്കൻഡറി സെക്ടർ പ്രൈമറി സെക്ടറിനെയും ആശ്രയിക്കുന്നുണ്ട്. അപ്പം ഇതുപോലെ എല്ലാ കാര്യങ്ങളും, കോട്ടൻ്റെ കാര്യം മാത്രമല്ല എല്ലാ കാര്യങ്ങളും ഇതുപോലെ തന്നെയാണ്. പരസ്പരം എന്തിട്ടുണ്ട്? അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ പ്രൈമറിയും സെക്കൻഡറിയും ടേർഷ്യറി സെക്ടറും. അതിനൊരു ഉദാഹരണം മാത്രമാണ് കോട്ടൺ കൾട്ടിവേഷൻ. അപ്പം ഇനി നോക്കുക, നമ്മുടെ എന്താണ് കുറേ വർഷങ്ങളായിട്ട്
ഇന്ത്യയിൽ ഈ 3 മേഖലയിലുള്ള മാറ്റങ്ങളുടെ ഒരു സർവേ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെന്താണ് കുറച്ച് മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാം, എന്താ ഉണ്ടായ മാറ്റങ്ങളെന്ന് നോക്കാം. അപ്പോൾ നോക്കിയേ, നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ 1993, 2005, 2011 അപ്പോൾ വർഷങ്ങൾ തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ കുറേ വർഷം ഗ്യാപ്പിട്ടാണ് സർവേ എടുത്തേക്കുന്നത്. അപ്പോൾ ആ സർവേയിലുള്ള വ്യത്യാസം, ഫസ്റ്റ് കോളം നോക്കി 1993 കോളം നോക്കുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? പ്രൈമറി സെക്ടറാണ് അവിടെ ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ സെക്കൻഡറി സെക്ടറും ടെർഷ്യറി സെക്ടറും വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ രണ്ടാമത്തെ കോളം 2005 സർവേ നോക്കുകയാണെങ്കിലും അവിടെയും നമ്മുടെ പ്രൈമറി സെക്ടർ പ്രാഥമിക മേഖലയാണ് ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത്. സെക്കൻഡറി സെക്ടറും ടെർഷ്യറി സെക്ടറും കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പം അടുത്തത് നോക്കിയേ 2011. അപ്പോൾ ഇതാണ് അവസാനം നടന്ന സർവേ. അവിടെ നമ്മൾ നോക്കിയാലും പ്രൈമറി സെക്ടർ ഏറ്റവും മുന്നിൽ തന്നെ ഉണ്ട്. നമ്മുടെ ദ്വിതീയ മേഖലയും തൃതീയ മേഖലയും എന്താണ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്കിതിൽ എന്ത് കാണാം? അപ്പോൾ ഇതിന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് പ്രാഥമിക മേഖലയാണ്, അതായത് കാർഷിക മേഖലയാണ്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി നിന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്താണ്? വർഷങ്ങൾ കഴിയും തോറും ഈ പ്രാഥമിക മേഖലയിൽ എന്തുണ്ട്? ചെറിയ കുറവ് വരുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് 64.9 ഉണ്ടായിരുന്നു, അത് സെക്കൻഡ് വന്നപ്പോൾ 56.5 ആയി. പിന്നെ വീണ്ടും എന്ത് ചെയ്തു? അത് അവിടെ നിന്നും കുറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രാഥമിക മേഖല വർഷങ്ങൾ കഴിയുന്തോറും ഇതിൻ്റെ അളവിൽ കുറവ് സംഭവിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ദ്വിതീയ മേഖലയും ടെർഷ്യറി സെക്ടറും എടുത്തു നോക്കിയാൽ അത് വർഷങ്ങൾ കഴിയുന്തോറും എന്തുണ്ട്? കൂടി വരുന്നുണ്ട്. നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ഈ സർവേ എന്ന്? നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് പ്രാഥമിക മേഖലയാണ്, അതായത് കാർഷിക മേഖലയാണ്. ദ്വിതീയ മേഖലയും തൃതീയ മേഖലയും എന്താണ്? കാർഷിക മേഖല അപേക്ഷിച്ച് വളരെ കുറവ് മാത്രമേ ഉള്ളൂ. പക്ഷേ കാർഷിക മേഖലയിൽ വർഷങ്ങൾ കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ചെറിയ കുറവ് സംഭവിക്കുന്നുണ്ട്. ചിലപ്പോൾ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ എന്ത് ചെയ്യാം? കാർഷിക മേഖല 0യിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട് കുറേ അധികം വർഷങ്ങൾ കഴിയുമ്പോൾ. ഇത് കുറഞ്ഞല്ലേ പോകുന്നത്. ഒരിക്കലും എന്ത് ചെയ്യും? ഇത് വളരെയധികം കുറഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നോക്കിയേ, നമ്മുടെ സെക്കൻഡറി സെക്ടറും ടെർഷ്യറി സെക്ടറും എന്ത് ചെയ്യുന്നുണ്ട്? വർഷങ്ങൾ കഴിയുന്തോറും കൂടി വരുന്നുണ്ട്. അത് ഓർത്ത് വെച്ചേക്കുക. അപ്പം ഇത്രയും ഓർത്താൽ മതി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് പ്രൈമറി സെക്ടറാണ്, അല്ലെങ്കിൽ കാർഷിക മേഖലയാണ്. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്? വർഷങ്ങൾ കഴിയുന്തോറും അത് കുറഞ്ഞു വരുന്നു. സെക്കൻഡറി സെക്ടറും ടെർഷ്യറി സെക്ടറും വർഷങ്ങൾ കഴിയുന്തോറും കൂടി വരുന്നുണ്ട്. അപ്പം എന്തായിരിക്കും കാർഷിക മേഖല കുറയാനും ടെർഷ്യറി സെക്ടർ കൂടാനും കാരണം? ഇപ്പം എന്താണ്? ഒന്ന് നമ്മുടെ എന്താണ് ഇപ്പം കാർഷിക മേഖലയിൽ ജോലി ചെയ്യാനുള്ള ആൾക്കാരുടെ താല്പര്യക്കുറവാണ്. കുറേ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? കൃഷി എന്ന ജോലി ഉപേക്ഷിച്ച് പോകുന്നുണ്ട്. കാരണം വേണ്ടത്ര ലാഭം ലഭിക്കുന്നില്ല എന്നതുകൊണ്ട്. പിന്നെ ആൾക്കാർ എന്താണ്? കൂടുതൽ ഉയർന്ന ജോലികൾ നോക്കി പോകുന്നുണ്ട്. അപ്പോൾ ഈ ഉയർന്ന ജോലികളൊക്കെ വൈറ്റ് കോളർ ജോബ്സ് പോലുള്ള ഉയർന്ന ജോലികൾ, ഉയർന്ന പദവികളൊക്കെ ടെർഷ്യറി സെക്ടറിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ കൂടുതൽ ആൾക്കാർ അങ്ങോട്ട് മാറുന്നതുകൊണ്ട് ടെർഷ്യറി സെക്ടറിന് എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് വർധനവ് സംഭവിക്കുന്നുണ്ട്. ആൾക്കാർ കാർഷിക മേഖലയെ ഉപേക്ഷിക്കുന്നതുകൊണ്ട് അവിടെ കുറവും സംഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ടെർഷ്യറി സെക്ടർ ഉയരുന്നു എന്നറിയാലോ? കാർഷിക മേഖലയെ ഉപേക്ഷിച്ച ആൾക്കാർ ഉയർന്ന ജോലികൾ തേടിപ്പോകുന്നത് കൊണ്ട്. അപ്പം അതറിയാലോ. ഇനി നോക്കുക, അപ്പോൾ നമ്മൾ ഈ ഗ്രാഫ് പഠിച്ചു. ഇനി നമ്മുടെ ഇന്ത്യയിൽ ഭക്ഷ്യോൽപാദനം നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്ന കാർഷിക മേഖലയാണ്. ഇപ്പോൾ കാർഷിക മേഖലയിലാണ് എന്ത്? ഭക്ഷ്യധാന്യങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഭക്ഷ്യധാന്യങ്ങൾ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലാണ് എന്നല്ലേ അതിൻ്റെ അർത്ഥം? അപ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇന്ത്യയിൽ ഫുഡ് പ്രൊഡക്ഷൻ ഒരുപാട് കൂടുതലാണ്. പക്ഷേ അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നില്ല?
ആൾക്കാർക്കെല്ലാം കിട്ടുന്നില്ല. അതായത് ഇന്ത്യയിൽ ഇത്രയും വലിയ ഫുഡ് പ്രൊഡക്ഷൻ ഉണ്ടായിട്ടും ഇപ്പോഴും ദാരിദ്ര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പം എന്താണ് ദാരിദ്ര്യം എന്ന് വെച്ചാൽ, അതായത് എന്താണ്, എല്ലാവർക്കും ശരിയായ അളവിൽ ഭക്ഷണം കിട്ടാത്ത അവസ്ഥ. അതാണ് ദാരിദ്ര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പോവർട്ടി. ഇപ്പം നമുക്കൊക്കെ എന്താണ്, നല്ല രീതിയിൽ ആഹാരം ലഭിക്കുന്നുണ്ട്, പക്ഷേ ആഹാരം കഴിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം എന്താണ്, കൃത്യമായ അളവിൽ ആഹാരം കിട്ടാത്ത അവസ്ഥയെ നമുക്ക് പോവർട്ടി എന്ന് വിളിക്കാം. നോക്കിയാൽ നമ്മുടെ ഇന്ത്യ ലോകത്തിലെ തന്നെ ഒരു വലിയ രാജ്യമാണ്, ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള ഒരു രാജ്യമാണ്. അപ്പം ഇത്രയും വലിയൊരു രാജ്യത്ത് എന്താണ് ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്ന കാർഷിക മേഖലയാണ്. അപ്പം അതിനനുസരിച്ച് ഫുഡ് പ്രൊഡക്ഷൻ ഒരുപാട് കൂടുതലാണ്. എന്നിട്ടും ആൾക്കാർക്ക് വേണ്ടത്ര ആഹാര സാധനങ്ങൾ ലഭിക്കുന്നില്ല. അപ്പം അതിൻ്റെ കാരണം എന്തായിരിക്കും? ഒന്നാമത്തെ കാരണം, ഇത്രയധികം ജനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കൃത്യമായ അളവിൽ വിതരണം ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം എന്താണ്, എല്ലാ ആൾക്കാരിലേക്കും, സമൂഹത്തിൻ്റെ ഓരോ മൂലയിലുമുള്ള ആൾക്കാരിലേക്കും എന്ത് ചെയ്യുന്നില്ല, കൃത്യമായ അളവിൽ ഭക്ഷ്യധാന്യങ്ങളെ വിതരണം ചെയ്യാൻ കഴിയുന്നില്ല. രണ്ടാമത്തെ കാരണം എന്തെന്ന് വെച്ചാൽ എന്താണ്, ഈ ആഹാരം മേടിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി എല്ലാവർക്കും ഒരുപോലെ അല്ല. ചിലർക്ക് എന്താണ്, ഈ ഭക്ഷണ സാധനങ്ങൾ മേടിക്കാൻ കഴിയാത്ത അവസ്ഥ ഉള്ളവർ വരെ ഉണ്ട്. അപ്പം അവർക്ക് എന്ത് ചെയ്യുന്നില്ല, അവരുടെ ആഹാരം സാധനങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല. അതാണ് രണ്ടാമത്തെ കാരണം. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യയിൽ ദാരിദ്ര്യം, ഇത്രയധികം ഫുഡ് പ്രൊഡക്ഷൻ ഉണ്ടായിട്ടും ദാരിദ്ര്യം നിലനിൽക്കുന്നതിൻ്റെ കാരണം. ഒന്ന്, എല്ലാ ആൾക്കാരിലേക്കും കൃത്യമായ അളവിൽ വിതരണം ചെയ്യാൻ കഴിയുന്നില്ല. രണ്ട്, ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നില്ല, ഇത് വാങ്ങാനുള്ള കഴിവില്ല അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ നോക്കിയാൽ നമ്മുടെ ഇന്ത്യയിൽ എന്തുണ്ട്, 130 കോടി ജനങ്ങളുണ്ട്. കുറച്ച് വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യും, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറും. അപ്പോഴും എന്താണ്, ഇന്ത്യയിലെ ഏകദേശം നല്ലൊരു ശതമാനം ആൾക്കാരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്, അതായത് പട്ടിണി കിടക്കുന്നവരാണ്. നമ്മൾ വാർത്തയിലൊക്കെ കാണാറുണ്ട്, എന്താണ്, ചിലർ ഒന്നും ആഹാരം കഴിക്കാതെ മരിച്ചു പോയെന്നോ, അല്ലെങ്കിൽ എന്താണ്, പോഷകാഹാരക്കുറവുള്ള കുട്ടികളെ കണ്ടെത്തി എന്താണ് സർക്കാർ ഏറ്റെടുത്തെന്നോ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഏറ്റെടുത്തെന്നുള്ള വാർത്തകൾ കാണും. ചിലപ്പോൾ എന്താണ്, മണ്ണ് വാരി വിശന്നിട്ട് മണ്ണ് വാരി തിന്നുന്ന കുട്ടികളുടെ വാർത്തയൊക്കെ നമ്മൾ പത്രത്തിൽ കാണാറുണ്ട്. അപ്പം എന്തുകൊണ്ടാണ്? അവർക്ക് ആഹാരം കിട്ടാത്തത് കൊണ്ടാണ്. അപ്പം അവർ ദാരിദ്ര്യം അനുഭവിക്കുന്നത് കൊണ്ടാണ്. അപ്പം നമ്മൾ ഓർക്കണം ഈ ഇന്ത്യയിൽ എത്രത്തോളം ദാരിദ്ര്യം നിലനിൽക്കുന്നു എന്ന്. ഇപ്പം ഈ അടുത്ത് നടന്ന സർവേ പ്രകാരം 108 രാജ്യങ്ങളിൽ സർവേ നടത്തിയതിൽ എന്താണ്, ദാരിദ്ര്യത്തിൻ്റെ കണക്കെടുത്താൽ ഇന്ത്യക്ക് 94 സ്ഥാനമാണ്. അതായത് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന രാജ്യങ്ങളാണ് ഏറ്റവും അടിയിൽ വരിക. ഇപ്പം 108 ഇന്ത്യക്ക് 94 സ്ഥാനമാണ്. അപ്പം ഇന്ത്യയുടെ ദാരിദ്ര്യം അത്രയും കൂടുതലാണെന്ന് ഓർക്കുക. അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ട കാര്യം, ഇന്ത്യ ബംഗ്ലാദേശിനേക്കാളും പാകിസ്ഥാനേക്കാളും നേപ്പാളിനേക്കാളും താഴെയാണ്. നോക്കിയ ഇന്ത്യ ഇത്രയും വലിയ രാജ്യമാണ്, ഇത്രയും കൂടുതൽ ആൾക്കാരുണ്ട്, സാമ്പത്തിക സ്ഥിതി നല്ല രീതിയിൽ മെച്ചപ്പെട്ടതായിരുന്നു. എന്നിട്ടും ഇന്ത്യയെക്കാളും ചെറുതും ആൾക്കാർ കുറവും സാമ്പത്തിക സ്ഥിതിയും കുറവുള്ള ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, നേപ്പാളിലേക്ക് കാലും താഴെയാണ് ഇന്ത്യ. അവിടത്തെക്കാളും ദാരിദ്ര്യം കൂടുതലാണ് ഇന്ത്യയിലുള്ളത് എന്ന് ഓർക്കുക. അപ്പം എന്ത് ചെയ്യണം, നമ്മളൊക്കെ ആഹാരം കഴിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ വേണ്ടാന്ന് പറയും, അല്ലെങ്കിൽ ബാക്കി വയ്ക്കും, അല്ലെങ്കിൽ ബാക്കി ഒന്നെടുത്ത് കളയും. അപ്പോൾ നോക്കുക, നമ്മൾ ഓർക്കണം, നമ്മൾ ഈ ആഹാരം വേസ്റ്റാക്കി കളയുമ്പോൾ കുറേ അധികം ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നും കഴിക്കാൻ കിട്ടാത്ത അവസ്ഥ ഉള്ളവരുണ്ട്. അവരൊക്കെ എന്താണ്, ഒരുപാട് ദിവസം ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ പറ്റാതെ ഇരിക്കുന്നവരുണ്ട്. ഏകദേശം ഇന്ത്യയുടെ ദാരിദ്ര്യത്തിൻ്റെ കണക്കെടുത്താൽ ഇന്ത്യയുടെ 30%, കറക്റ്റായിട്ട് പറഞ്ഞാൽ 29.8% ആൾക്കാരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, 130 കോടിയുടെ 29.8%, അത് എത്ര കോടി വരും എന്ന് നിങ്ങളൊന്ന് കണക്കാക്കി നോക്കുക. അപ്പോൾ അത്രയും ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ എന്താണ്, നമ്മുടെ ഗവൺമെൻറ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നഗരപ്രദേശങ്ങളിൽ 2100 കലോറിയും
ഗ്രാമപ്രദേശങ്ങളിൽ 2400 കലോറിയും അളവിൽ ആഹാരം കിട്ടാത്തവര് ദാരിദ്ര്യം അനുഭവിക്കുന്നവർ അല്ലെങ്കിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ഉള്ളവർ എന്നാണ് അർത്ഥം. കൃത്യമായ അളവ് അതാണ്. ഗ്രാമപ്രദേശങ്ങളിൽ 2400 കലോറിയും നഗരപ്രദേശങ്ങളിൽ 2100 കലോറി കിട്ടുന്നില്ല എങ്കിൽ അവർക്കിടയിൽ എന്തുണ്ട്? ദാരിദ്ര്യം ഉണ്ടെന്നാണ് അർത്ഥം. ഇന്ത്യയിലെ മൊത്തം ദാരിദ്ര്യത്തിന്റെ നിരക്ക് 29.8%. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം ഉള്ളത് ബീഹാറിലാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യുന്നത്? പട്ടിണി കിടക്കുന്നത്. അത് ഏറ്റവും കുറവ് ഹിമാചൽ പ്രദേശിലാണ്. അതുകൂടി ഓർക്കുക. ഏറ്റവും കൂടുതൽ ബീഹാറിലും ഏറ്റവും കുറവ് ഹിമാചൽ പ്രദേശിലും. എന്തുകൊണ്ട് ഈ ദാരിദ്ര്യം, ഫുഡ് പ്രൊഡക്ഷൻ ഇത്രയും കൂടിയിട്ടും ദാരിദ്ര്യം ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ എല്ലാ ആൾക്കാരിലേക്കും ഒരുപോലെ വിതരണം ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെ എന്താ കാരണം? ചില ആൾക്കാർക്ക് ഇത് ആഹാരം അതിനുള്ള സാമ്പത്തിക സ്ഥിതി കിട്ടുന്നില്ല. ഇനി നോക്കിയേ, നമുക്ക് എപ്പോൾ ഈ ദാരിദ്ര്യത്തെ മറികടക്കാൻ കഴിയും? അതായത് എല്ലാ ആൾക്കാർക്കും, ഇന്ത്യയിലെ എല്ലാ ആൾക്കാർക്കും ഭക്ഷണം കിട്ടണം. എല്ലാ ആൾക്കാർക്കും എന്ത് ചെയ്യണം? ഭക്ഷണം കിട്ടണം. കൃത്യമായ അളവിൽ ഭക്ഷണം കിട്ടണം. അത് ഇന്ന് കിട്ടി നാളെ കിട്ടാതിരുന്നാൽ പറ്റത്തില്ല. ഇടയ്ക്കിടയ്ക്ക് കിട്ടിയാൽ മതിയോ? പറ്റത്തില്ല. പിന്നെ എന്ത് ചെയ്യണം? എന്നും കിട്ടണം. അതായത് എല്ലാവർക്കും ഭക്ഷണം കിട്ടണം, എല്ലാ കാലത്തും കിട്ടണം. എങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് എന്ത് ഇല്ല എന്ന് പറയാൻ പറ്റൂ? ദാരിദ്ര്യമില്ല അല്ലെങ്കിൽ പട്ടിണി അനുഭവിക്കുന്നവരില്ല എന്ന് പറയാൻ പറ്റും. അപ്പോൾ പട്ടിണി ഇല്ലാതാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ രാജ്യം ഫുഡ് സഫീഷ്യൻ്റ് ആയിരിക്കണം. ഭക്ഷ്യ സ്വയം പര്യാപ്തത നേടണം. ഇപ്പം ഏകദേശം കാർഷിക മേഖല അങ്ങനെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തില്ല, എല്ലാ ആൾക്കാർക്കും വേണ്ടത് കിട്ടുന്നില്ല. അപ്പം എന്താണ് ഫുഡ് സഫീഷ്യൻ്റ് അല്ലെങ്കിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന് ഉദ്ദേശിക്കുന്നത്? ഇത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ രാജ്യത്തിനകത്തെ എല്ലാ ആൾക്കാർക്കും വേണ്ടത് നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന അവസ്ഥ. അപ്പോഴേ നമ്മൾ ഭക്ഷ്യ സ്വയം പര്യാപ്തത നേടി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പുറത്തുനിന്ന് സാധനങ്ങളൊന്നും ഇറക്കുമതി ചെയ്യാൻ പാടില്ല. വേറെ രാജ്യങ്ങളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ പാടില്ല. നമ്മുടെ രാജ്യത്ത് തന്നെ എന്ത് ചെയ്യണം? നമ്മുടെ ആൾക്കാർക്ക് വേണ്ടതെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന അവസ്ഥ. അപ്പോഴേ നമ്മൾ സ്വയം പര്യാപ്തത നേടിയെന്ന് പറയാൻ പറ്റൂ. എങ്ങനെ ദാരിദ്ര്യം, ഏതവസ്ഥയാണ് ദാരിദ്ര്യം ഇല്ലാത്തത്? എല്ലാവർക്കും ഭക്ഷണം കിട്ടണം, എല്ലാ കാലത്തും കിട്ടണം. അത് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇന്ത്യയുടെ ദാരിദ്ര്യത്തിന്റെ നിരക്ക് എത്രയാണ്? 29.8%. അതുകൂടി ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഗവൺമെന്റ് ഇപ്പോൾ ഈ ദാരിദ്ര്യമൊക്കെ നിർമ്മാർജ്ജനം ചെയ്ത് ഒരുപാട് പരിപാടികളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇനി വരുന്ന ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ സാമ്പത്തിക മേഖലയെ നമ്മൾ 3ആയിട്ട് തരംതിരിച്ചു. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടേർഷ്യറി സെക്ടർ. ആ 3 മേഖലയുടെയും പ്രത്യേകത എന്താണെന്ന് പഠിച്ചു. പിന്നെന്താ പഠിച്ചേ? ഇത് 3 എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എക്സാമ്പിൾ സഹിതം പഠിച്ചു. ഈ 3 മേഖലയിലെയും ജോലികൾ ഏതൊക്കെയാണ്? നമ്മൾ കുറച്ച് ജോലികൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ദാരിദ്ര്യം എന്തവസ്ഥയാണ്? ദാരിദ്ര്യം എന്തുകൊണ്ടാണ് ഇത്രയും ഫുഡ് പ്രൊഡക്ഷൻ ഇന്ത്യയിൽ കൂടുതലായിട്ടും എന്തുകൊണ്ട് ഇന്ത്യയിൽ ദാരിദ്ര്യം നിലനിൽക്കുന്നു അല്ലെങ്കിൽ ആൾക്കാർ പട്ടിണി കിടക്കുന്നു, അതെന്തുകൊണ്ടാണെന്ന് പഠിച്ചു. പിന്നെന്താണ് ഫുഡ് സഫീഷ്യൻ്റ് എന്ന് പഠിച്ചു. അപ്പോൾ ഇന്ത്യയുടെ ദാരിദ്ര്യം നിർമ്മാർജ്ജനമുള്ള പദ്ധതികളും ബാക്കിയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കണം. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച ഇത്രയും എന്ത് ചെയ്യാം? അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രൈമറി സെക്ടറിലെ ജോലികൾ, അതേപോലെ ദാരിദ്ര്യത്തിനുള്ള ഫുഡ് പ്രൊഡക്ഷൻ കൂടുതലായിട്ടും പട്ടിണി കിടക്കുന്ന ആൾക്കാർ ഉണ്ടാവാനുള്ള കാരണം, ആ 2 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ പഠിച്ചു വെച്ചിരിക്കുക. ബാക്കിയൊക്കെ നന്നായിട്ട് വായിച്ചു വെച്ചിരിക്കുക. അപ്പോൾ നോട്ട് എഴുതുമ്പോൾ എന്ത് ചെയ്യുക? അതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോയേക്കുക. വർക്കൊക്കെ ഉള്ളത് നോട്ട് എഴുതുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചെയ്തു പോവുക. അപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.